കുറച്ച് ദിവസമായിട്ട് ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്ത ഭയങ്കര അധികം വേദനാജനകമാണ്. അതായത് കുറേ കാലത്തിന് ശേഷം ഇത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടിട്ടില്ല. 2018 ടൈമിലുണ്ടായിരുന്ന ഫ്ലഡ്, കേരളത്തിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം, അതിന് ശേഷം അതിലേറെ ഭീകരമായിട്ടുള്ള ഒരു സംഭവം ആ വാർത്ത. അതിങ്ങനെ നിരന്തരമായി നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്നില്ല. ഇപ്പം കേരളത്തിലുള്ള ആൾക്കാർ പുറമേ കേരളത്തിന് വെളിയുള്ള ആൾക്കാർ മലയാളീസ് ഉണ്ടാവും. അപ്പം ഒരു എന്താ പറയുക, നമ്മുടെ നാടല്ലേ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താണ് ക്യാമ്പിലെ അവസ്ഥ, എന്താണ് ആളുകളുടെ അവസ്ഥ എന്നൊക്കെ അറിയാനുള്ളൊരു ടെൻഡൻസി, അതായത് ഭയങ്കര ഒരു സമാധാനം ഇല്ലയെന്ന് പറയാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുപോലത്തെ അപകടങ്ങൾ എല്ലാവർക്കും ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ അവസ്ഥ പറയാണ്, മറ്റുള്ള നമുക്ക് വിടാം. നമ്മുടെ നാട്ടിലെ കാര്യം നമുക്ക് പറയാം. ജാതി, മതം, അതുപോലെ ലിംഗനിർണ്ണയം, ആണ് പെണ്ണ്, ട്രാൻസ്ജെൻഡർ, അങ്ങനെ അതായത് ജാതി, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, ഇങ്ങനെ ജാതി, ഇത് മതം, അതുപോലെ തന്നെ രാഷ്ട്രീയം, ഇതൊക്കെ കൂട്ടിക്കലർത്തി ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. വിഭജനങ്ങൾ, പല ഇഷ്യൂസും, പല ഇഷ്യൂസ് ജാതിയുമായി ബന്ധപ്പെട്ട്, റിലീജിയനായിട്ട് ബന്ധപ്പെട്ട്, പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ആണ് പെണ്ണ്, ട്രാൻസ്ജെൻഡർ, അങ്ങനെ വിഭാഗങ്ങളായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒരുപാട് വിഭജനങ്ങൾ, ആളുകൾ തമ്മിൽ അടിയാണ്, പ്രശ്നങ്ങളാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഇഷ്യൂസാണ് കേരളത്തിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ തല്ലുന്നു, കുത്തിച്ചാവുന്നു അല്ലേ, കുത്തിച്ചാവുന്നു. ഇതൊന്നല്ല, പല പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നു, കുത്തിച്ചാവുന്നു, രാഷ്ട്രീയം പറഞ്ഞ് കുത്തിച്ചാവുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പല കാര്യങ്ങൾ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പ്രശ്നങ്ങൾ, ബഹളം, തമ്മിൽ തല്ല്, കുത്തിത്തിരിപ്പ്, അസൂയ, അഹങ്കാരം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അനേക കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മളെ നാട്ടിൽ, സ്വന്തം കേരളത്തിലെ കാര്യം പറയണം, ഓക്കെ, വേറെ നാടല്ല, അത് നമ്മൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ അപകടം വന്നപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവിടെ ജാതി ഉണ്ടോ? മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയം ഉണ്ടോ? അതുമില്ല. ലിംഗനിർണ്ണയം ഉണ്ടോ? ആണ് പെണ്ണ്, ട്രാൻസ്ജെൻഡർ, അങ്ങനെ ഉണ്ടോ? അതുമില്ല. ഇവിടെ ഒന്നുമില്ല. ഒറ്റൊരു വിഭാഗം, മനുഷ്യൻ എന്നൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഒറ്റൊരു കാര്യം കൊണ്ട് ആളുകൾ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ പറഞ്ഞ് രക്ഷിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ നിങ്ങളെ ജാതിപ്പെട്ട ആൾക്കാരല്ല. അങ്ങനെ ഞാനൊരു ക്യാപ്ഷനും കണ്ടു കേട്ടോ. അങ്ങനെ ഒരു ക്യാപ്ഷനല്ല, അങ്ങനെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. അത് ഒരു ഇങ്ങനെ നിങ്ങളെ ജാതിപ്പെട്ട ആൾക്കാരല്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ മതത്തിലോ ജാതിയിൽപ്പെട്ട ആൾക്കാരല്ല. ഇത് രക്ഷിച്ചു കൊണ്ടുവരുന്ന ആരും നിങ്ങൾ ജാതിക്കാരല്ല, മതക്കാരല്ല, നിങ്ങൾ രാഷ്ട്രീയക്കാരല്ല, നിങ്ങളുടെ ആരുമല്ല, നിങ്ങളുടെ ബന്ധുക്കളുമല്ല, ആരോ ആണ്. നിങ്ങൾ താമസിക്കുന്ന ക്യാമ്പിൽ നിങ്ങളെ ജാതിപ്പെട്ട ആൾക്കാരോ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരോ ഒന്നുമല്ല ഉള്ളത്. എല്ലാവരും മിക്സാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കുന്ന പോലത്തെ ഭക്ഷണമാണ് അല്ലേ. ഇവിടെ ഞാൻ മത്സ്യം കഴിക്കൂല, മാംസം കഴിക്കൂല എന്ന് വിഭജനം, അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കില്ല വിഭജനമില്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എല്ലാവർക്കും ഉള്ള പോലെ ഒരുപോലെ ഈക്വൽ ഡ്രസ്സാണ്. അവിടെ വലുതെന്നോ ചെറുതെന്നൊന്നുമില്ല. ഐ മീൻ വില കൂടിയതെന്നോ വില കുറഞ്ഞൊന്നുമില്ല. അപ്പോൾ എല്ലാം ഒരുപോലെ, നിങ്ങൾ കിടക്കുന്നത് ഒരുപോലത്തെ മെത്തയിൽ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതായത് ഒരു അപകടം വന്നാൽ മതി ഒക്കെ നഷ്ടപ്പെടാൻ. ചിന്തിക്കാൻ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് ചിന്തിക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇത് പലപ്പോഴായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു അപകടത്തിൽ നിന്നാണ്. ചിന്തിക്കാൻ വിവേകം, അതായത് നമുക്ക് മനുഷ്യർക്കാണ് വിവേകം കൊടുത്തിട്ടുള്ളത് ചിന്തിക്കാൻ. ചില കാര്യങ്ങൾ ഇതുകൊണ്ടാവാം, തെറ്റിദ്ധാരണ, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു സെൻസ് ഉണ്ട്, ഒരു കോമൺ സെൻസ് ഉണ്ട് ചിന്തിക്കാൻ. അങ്ങനെ കുറച്ച് ചിന്തിച്ചാൽ നന്നായിരിക്കും ആളുകൾ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ, മുസ്ലിംസ് ഹിന്ദുസിൻ്റെ അടുത്തോട്ട് പോകില്ല, അവരിങ്ങോട്ട് വരത്തില്ല, സൗഹൃദമില്ല, അവർ തൊട്ട് കഴിഞ്ഞാൽ അവർ അശുദ്ധിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടും എന്തുകൊണ്ട് ഇൻ്റർകാസ്റ്റ് റിലീജിയൻ എന്ന് കഴിച്ചുകൂടാ. അതുപോലെ തന്നെ പല കാര്യങ്ങൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് പറ, ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? ജീവൻ രക്ഷിച്ച് കിട്ടി എന്നുള്ള ഒറ്റ ഒരു സന്തോഷം, ഒറ്റ ഒരു ആശ്വാസമാണ് ആൾക്കാർക്കുള്ളത്. എൻ്റെ ജീവൻ കിട്ടി എന്നുള്ളത് അല്ലേ, ആ ആശ്വാസം എല്ലാവർക്കും ഉള്ളത്. അവിടെ ഈ പറഞ്ഞ സാധനം ഒന്നുമില്ല, ഒരു കാര്യം അവിടെ ഇല്ല. ഒറ്റക്കെട്ടായിട്ട് മനുഷ്യൻ എന്നൊരു വിഭാഗമേ ഉള്ളൂ, ഒരു സംഭവം അവിടെ ഇല്ല. ഇതാണ് ഒരു അപകടം മതി മനുഷ്യൻ തിരിച്ചറിവ് കിട്ടാൻ. ഇതുകൊണ്ടാണ് തിരിച്ചറിയാൻ. ഇപ്പം ആരെയും കളിയാക്കുന്നുണ്ട്, അത് പറയും.
പെണ്ണാണ് കണ്ടോ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ടോ ഉണ്ടോ? ഇല്ല. ജാതി പറയുന്നുണ്ട്, ഇപ്പം മതം പറയുന്നുണ്ട്, രാഷ്ട്രീയം പറയുന്നുണ്ട്, ഒന്നും പറയില്ല ആരും. അതാണ് അവസ്ഥകളാണ്. ഒരവസ്ഥകൾ വരുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുകൊണ്ടാണെന്നുള്ളത് തിരിച്ചറിയണം. എന്നാലും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. ചില ആൾക്കാരുടെ മനസ്സിൽ വിഷം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ. നമ്മളൊക്കെ മനുഷ്യരാണെന്ന് ചിന്തിക്കുക. സഹായിക്കാൻ ഈ മനുഷ്യർക്കേ പറ്റുള്ളൂ. നമ്മളൊക്കെ മനുഷ്യരാണ്. ഇവിടെ നമുക്ക് ഒരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. പുതിയ രാഷ്ട്രീയമോ പുതിയ ജാതിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇന്ന കാറ്റഗറിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒക്കെ ഒറ്റ കെട്ടാന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ വിഷം, ഈ പറഞ്ഞ വിഷം ഉണ്ടല്ലോ, മതത്തിൻ്റെ വിഷം, ജാതിയുടെ വിഷം, ഇതൊക്കെ നിറഞ്ഞിട്ട് ആളുകൾക്ക് തമ്മിൽ തല്ലണം, കുത്തിച്ചാവണം, നശിപ്പിക്കണം, വെട്ടിപ്പിടിക്കണം. എത്ര മരണങ്ങൾ ഇതിൻ്റെ മുമ്പ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് നശിച്ചു ഒരു സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കി. അത് മതി, ഒറ്റ ദിവസം മതി. ഇതൊക്കെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ ഒറ്റ രാത്രി മതി. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടന്ന സംഭവം. എത്ര ആൾക്കാർക്ക് ഇതുകൊണ്ട് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും ആളുകളൊന്ന് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഈ ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, മാറ്റി നിർത്തുക, അതായത് ഇങ്ങനെ ഓരോ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുക, തമ്മിൽ തല്ലുക. അതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോണില്ല. എല്ലാവരും മരിച്ച് കിടക്കുന്നത് ഒരേ സ്ഥലത്താണ്. വലിയ പണക്കാരന് മാത്രം സെപ്പറേറ്റ് ഒന്നുമില്ല, പാവപ്പെട്ട സെപ്പറേറ്റ് ഒന്നുമില്ല. ഇപ്പം എന്ത് പണക്കാരൻ എന്ത് പാവപ്പെട്ടവൻ അല്ലേ? ഇത് വന്നപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല ഇപ്പോൾ കിടക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യനെ മനസ്സിലാക്കുക. ഇത് പലർക്കുള്ളൊരിതാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജെൻഡർ ബേസ് ആണെങ്കിലും, റിലീജിയൻ ബേസ് ആണെങ്കിലും, പൊളിറ്റിക്സ് ആണെങ്കിലും, കാസ്റ്റ് ആണെങ്കിലും, എന്താണെങ്കിലും അതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോണില്ല. നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ എല്ലാവരും സേഫാണ് അല്ലേ? ഈ അവസ്ഥ നമുക്ക് വന്നിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കുക. നമുക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ചിന്തിക്കുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ വയനാട് കണ്ടല്ലോ, അവർക്ക് ഒന്നുമില്ല, അവർക്ക് വീടില്ല, കുടുംബമില്ല, കയ്യിൽ പൈസ ഇല്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള വഴിയില്ല, അവർ ക്യാമ്പിലാണ്. അവർക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ സ്വന്തം എന്ന് പറയാൻ. പ്ലെയിനാണ് ഇപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ രാഷ്ട്രീയം ഉണ്ടോ, ജാതി ഉണ്ടോ, മതമുണ്ടോ, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും കര കയറണം, എങ്ങനെയെങ്കിലും ജീവിക്കണം. അതും അവരുടെ മനസ്സാകെ തളർന്ന് തടിപ്പളായി കിടക്കുക. കുടുംബക്കാരൊക്കെ മരിച്ചു, അങ്ങനെയുള്ള അവസ്ഥ. ഇത് ഇത്രയും ഒരു നിമിഷം മതി മനുഷ്യന് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ. അപ്പോൾ ഇനിയെങ്കിലും ആളുകളെ മനസ്സൊന്ന് മാറി ചിന്തിക്കുക. ആളുകൾ ഒരുപാട് മാറാനിരിക്കുന്നുണ്ട്, ഒരുപാട്. കുറേ കഴിഞ്ഞതൊക്കെ മടക്കുമെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക പലതും തന്നിട്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നുള്ളത്. ഞാനത് കണ്ടു. അങ്ങനെ ഇന്നൊരു സ്പോട്ടൊന്നൊന്നുമില്ല ദൈവത്തിന് കുറച്ച് ആൾക്കാരെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ. എന്ത് കാര്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എന്ത് അപകടം തരുന്നൊരു പാടാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അത് ഒരു മനുഷ്യനുള്ളൊരു പാടാണ്. കുറച്ച് ആൾക്കാർക്ക് തിരിച്ചറിയാൻ. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും തരൂല, ഇത് ഇന്നത് കൊണ്ടാണെന്നൊക്കെ നമ്മളെ നബിക്ക് കൊടുത്തിരിക്കുന്ന പോലെ വഹി ഇറക്കൊന്നുമില്ല. നമ്മൾ കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കുക. എല്ലാവരും ഒരുപോലെ കാണുക, എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, ആരെയും മാറ്റി നിർത്തരുത്. ഞാനൊക്കെ ഒരുപാട് ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ മാറ്റി നിർത്തൽ എന്നതിൻ്റെ പേരിൽ. കാരണം ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്, ട്രാൻസ്മെനാണ് ഞാൻ. അപ്പോൾ നമ്മളൊക്കെ മാറ്റി നിർത്തിയതുകൊണ്ട് ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്തിൻ്റെ പേരിൽ? ഞാനിങ്ങനെ ആയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ ജാതി മതം അങ്ങനെ കുറേ സംഭവത്തിൻ്റെ പേരിൽ. ഞങ്ങളുടെ ജാതിയിൽ, ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെ ഇല്ല, നിങ്ങളെ മതത്തിൽ ഇങ്ങനെ ഉണ്ടാകും, അതിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, ഇങ്ങനെ ആയതിൻ്റെ പേരിൽ അല്ലേ? അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരും. അപ്പോൾ ഇതെങ്കിലും മനസ്സിലാക്കുക, കുറച്ചെങ്കിലും വിവേകം ഉണ്ടെങ്കിൽ. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോ കാണാം. ബൈ.